അടുത്ത സെഷൻ, ഈ സെഷൻ വളരെ ഗംഭീരമായി അവസാനിച്ചു. അടുത്ത സെഷൻ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കാര്യമാണ് എ ഐ യുഗത്തോട് മാറ്റുരയ്ക്കുന്ന വിവർത്തക ധർമ്മം. കാരണം നമുക്ക് എന്താ പറയുക, ChatGPT കാരണം ജോലി പോകുന്ന ഒരവസ്ഥയും മനുഷ്യന്റെ ചിന്താശേഷിയെ ബാധിക്കുന്ന ഒരവസ്ഥയും ഒക്കെ വരുന്ന ഈ കാലത്ത് വിവർത്തകർക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാനാവുക എന്നത് ഈ പാനലിസ്റ്റുകളിലൂടെ നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷനോടുകൂടി ചാക്കോമാഷിനെ ജിബിൽ വിളിക്കുന്നതായിരിക്കും. അപ്പോ AI യുഗത്തോട് മാറ്റിവെക്കുന്ന വിവർത്തക ധർമ്മം എന്ന ഈ ചർച്ചയ്ക്ക് മോഡറേറ്റർ ആയിട്ട് ചാക്കോടി അന്തിക്കാടിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. ചാക്കോടി അന്തിക്കാടിനെ കുറിച്ച് നമുക്ക് അധികം പറയേണ്ടതില്ല. കാവിശിക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖങ്ങളിൽ ഒന്നാണ് ചാക്കോടി അന്തിക്കാട്. കവി എന്നതിലുപരി തന്നെ നാടകത്ത് ഷോർട്ട് ഫിലിം ഡയറക്ടർ തുടങ്ങി ഒത്തിരി മേഖലകളിൽ ആക്ടിംഗ് മേഖലകളിലൊക്കെ ഒരുപാട് നമ്മളെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ നാടക അക്കാദമി അവാർഡും സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് അവാർഡും 2 തവണ തന്നെ നേടുകയുണ്ടായി. ഈ അടുത്ത് ഗിരീഷ് കർണാടക തിയേറ്റർ അവാർഡിന്റെ തിളക്കത്തിൽ കൂടിയാണ് ചാക്കോടി അന്തിക്കാട് നമ്മളൊപ്പം ഇരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചാക്കോടി. അടുത്തത് സാറ മാമൻ കളിക്കൽ. നമുക്കറിയാം സാറ ടീച്ചർ വളരെ ഭംഗിയായിട്ട് എല്ലാ ദിവസവും കാവിശികയിൽ ഇടപെടുന്ന ആളാണ്. മാത്രമല്ല അധ്യാപനം, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, എഡിറ്റിംഗ് എന്നീ മേഖലകളിൽ 4 പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച വ്യക്തിയാണ്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ കവിതകൾ, ലേഖനങ്ങൾ, കഥകളൊക്കെ എഴുതുന്നുണ്ട്. ടീച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം നമ്മൾ കഴിഞ്ഞ സംഗമത്തിന് ഇറക്കിയതാണ്. എൻഡ്ലെസ് ട്രാക്സ് എന്ന കവിത സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുതിർന്ന അംഗമായ സാർ ടീച്ചറിനെ ഈ പാനലിസ്റ്റ് എന്നുള്ള രീതിയിൽ സ്വാഗതം ചെയ്യുന്നു ചർച്ചയിലേക്ക്. അടുത്തത് ഡോക്ടർ പ്രമോദ് കെ നാറാത്താണ്. നമുക്ക് കണ്ണൂരിൽ നിന്ന് കാവിശേഖി ലഭിച്ച ഒരു കവിയാണ്. അദ്ദേഹം നിലവിൽ തൃശ്ശൂർ ടൈമിൽ സീനിയർ ലെക്ചറായി വർക്ക് ചെയ്യുന്നു. നിരവധി കവിതയ്ക്ക് കണ്ണപുരം നാട്ടുകൂട്ടം, സാംസ്കാരിക കൂട്ടായ്മ, സംസ്ഥാന കവിതാ മത്സരത്തിലൊക്കെ സമ്മാനം നേടിയ വ്യക്തിയാണ്. തൃശ്ശൂർ കേരളവട്ട നീർമാതം സംസ്ഥാനം നടത്തിയ കവിതാ മത്സരത്തിലെ സ്പെഷ്യൽ ജൂറി പുരസ്കാര ജേതാവ് കൂടിയാണ്. ഡോക്ടർ പ്രമോദ് കെ നാറാത്ത് മാഷിനെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി ഗീത കൈപ്പറമ്പ്. തിരുവനന്തപുരം ജില്ലയിലാണ്, നേമം സ്വദേശിനിയാണ്. കാനറ ബാങ്കിൽ നിന്ന് 2020 വിരമിച്ചു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പിൽ താമസിക്കുന്നു. 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഭൂട്ടാൻ യാത്രയിലെ സ്വപ്ന ദർശനം, അത് യാത്രാ വിവരണമാണ്. ഒറ്റവരക്കാവുകൾ കവിതാ സമാഹാരം, ഒരു കടൽ തേങ്ങുന്നു, അതും കവിതാ സമാഹാരമാണ്. ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, കാവ്യശിഖ അതിൻ്റെ ചരിത്രപരമായ ഒരു നാഴികക്കല്ല് സ്ഥാപിച്ചിരിക്കുകയാണ്. നമ്മുടെ യാത്രയിൽ ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കുന്നതിൽ ഒരു ചുവടുകൂടി കൂടുതൽ ജാഗ്രതയോടെ കാവിശികയെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും, ഇതേപോലെ ഓരോ സംരംഭങ്ങൾ കഴിയുന്തോറും ലോകത്തിലെ നമ്മളെ നിഷേധിക്കുന്ന ബുദ്ധിജീവികൾ അടങ്ങുന്ന എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും നമ്മളെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നത്. ഇത്തരം അതിഗഹനമായ വിഷയത്തിൽ ഈ 10-35ഓളം പേരുടെ പാനൽ അത് സമയബന്ധിതമായിട്ട് തന്നെ അത് സംഭവിക്കുന്നു എന്നുള്ളത്, അതും കാവിശികയ്ക്ക് ഒരു നാഴികക്കല്ലാണ്. കൃത്യം 9:30 9:35 തുടങ്ങി. ഇപ്പൊ 4 മണിയുടെ സെഷൻ കറക്റ്റായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്നതല്ല, മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈസിക്കൽ സിസ്കോയുടെ കണ്ടുപിടിച്ചത് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്നാണ്, അല്ലാതെ കുയിലോ കാക്കയോ അല്ല, ഐൻസ്റ്റൈനാണ്. ഇന്ന് നമ്മൾ പറയുന്ന എയും അത് തന്നെയാണ്. നേരത്തെ നമ്മൾ ആദ്യം ഭയപ്പെടുകയും പിന്നീട് സ്വീകരിക്കേണ്ടി വരുന്ന കമ്പ്യൂട്ടറും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് നേച്ചർ എന്നുള്ള ഇപ്പൊ സാർത്രന്റെ ഒരു പ്രയോഗമുണ്ട്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് നേച്ചർ.
പ്രകൃതിക്ക് എവിടെയോ സാച്ചുറേഷൻ പോയിന്റിൽ നിന്നുപോയി. കുയിലിന് കച്ചേരി നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ തുടർന്ന് മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്കാണ് പിന്നീട് ഈ നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ എല്ലാ ഡയലക്ടിക്സും വർക്ക് ചെയ്തുകൊണ്ടാണ് ഭാവന ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഭാവന നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് സംഭവിക്കും. എന്തും നെഗറ്റീവും പോസിറ്റീവാണ്. ഇപ്പൊ E=mc² എന്ന് പറയുന്നത് ആറ്റം ബോംബ് ഉണ്ടാക്കാനല്ല ഐൻസ്റ്റീൻ അത് കണ്ടുപിടിക്കപ്പെട്ടത്. ഐൻസ്റ്റൈനിലൂടെ തലയിലൂടെ അത് വരുന്നു. പക്ഷെ കൊണ്ടുകൊടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസായ അമേരിക്കയുടെ കയ്യിലായിപ്പോയി. ഇപ്പോഴും ഈ AI എന്ന് പറയുന്നതും നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ്. ഇംപീരിയലിസമാണ്, നിയോ കൊളോണിയലിസമാണ്. നമ്മൾ ഈ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ എവിടെയും ഉണ്ട്. ഒറിജിനലിന് എതിരാണ് ആർട്ടിഫിഷ്യൽ. ഒരു ജനത ആർട്ടിഫിഷ്യൽ ലൈഫാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹിപ്പോക്രിറ്റ് ആയിട്ടുള്ള ഈ കപട രീതിയിൽ സത്യം വേണ്ട നുണകളിലൂടെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു ഗ്ലോബലൈസേഷൻ തിയറിയിലും കോർപ്പറേറ്റ് തിയറിയിലും ഒരു മൊത്തം 650 കോടി ജനത തീരുമാനിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവൻ ലോകം ഭരിക്കും. കാരണം സത്യം പറയുന്ന ഏറ്റവും ഒതന്റിക് ആയിട്ട് ചെയ്യുന്ന മാസ്റ്റേഴ്സായി മാറുന്ന മ്യൂസിക്കുകളോ ലിറ്ററേച്ചറോ കവിത ആവശ്യമില്ലാതെ വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സ്വീകരിക്കപ്പെടും. അതിനെ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോടികൾ കൊയ്യാൻ കോർപ്പറേറ്റുകൾ ഉപയോഗിക്കും. ഞാനതിന് വേറൊരു ഡെഫിനേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് ആർട്ടിഫിഷ്യൽ പറയാൻ പോകണ്ട. ഇത് ചാക്കോടിയുടെ ഡെഫിനേഷനായിട്ട് തന്നെ കാണണം. ആർട്ടിഫിഷ്യൽ ഇൻഫർമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻപുട്ട്, ആർട്ടിഫിഷ്യൽ ഇൻസൈറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഇൻസ്റ്റിങ്ക്ട്സ്, ആർട്ടിഫിഷ്യൽ ഇമ്പാക്ട്സ്, ആർട്ടിഫിഷ്യൽ ഇന്നോവേഷൻ. ഇതിനെയൊക്കെ കൂടിയിട്ട് നമ്മൾ പറയുന്നു ഈ AI-നെ ഞാനൊന്നും കൂടി നീട്ടി പറയാണ്. FAIR. ഫെയർ എന്ന് ഒറ്റ വാക്കിൽ തോന്നും, പക്ഷേ ഡേഞ്ചറസ് വേർഡ്. ഫാബ്രിക്കേറ്റഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിയാലിറ്റി. അതാണ് FAIR. അതാണ് ഇപ്പൊ ലോകം ഭരിക്കുന്നത്. ഇതില് മാർഷിനെ കൂടി ഞാനൊന്ന് കമന്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരാം. എന്തും ഈ മാനവികതയ്ക്ക്, മനുഷ്യരാശിക്ക് ബഹുഭൂരിപക്ഷത്തിനും ഗുണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ് നമ്മൾ ഇതിന്റെ മാനവികത അന്വേഷിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നത് ബഹുഭൂരിപക്ഷം മനുഷ്യർക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിവിലേക്ക് എത്തേണ്ടത്. നമ്മൾ ഈ 3 പാനലിസ്റ്റുകളും നന്നായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ AI-യുടെ കാലത്തെ നമ്മൾ ഭയന്നിട്ട് കാര്യമില്ല. എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ ദ ഫ്രോഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ദ ചീറ്റിംഗ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനെ തിരിച്ചറിയാനുള്ള, റെക്കഗ്നൈസ് ചെയ്യാനുള്ള യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോ, എന്റെ ഫോട്ടോ തന്നെ ഗിരീഷ് കർണാട് അവാർഡിലേക്ക് പോകുമ്പോൾ ഞാൻ അയച്ച ഫോട്ടോനെ ഇങ്ങനെയാക്കി ടീച്ചറാണ് എന്നോട് പറഞ്ഞത്, വൈഫാ പറഞ്ഞത്. ഒന്ന് ചിരിക്കാനായിട്ടൊന്ന് വലിച്ചു കിട്ടിയ AI ഉപയോഗിച്ചിട്ടാണ്. റിയൽ ആയിട്ട് ഞാൻ കൊടുത്ത ഫോട്ടോനെ ഇങ്ങനെ ഇളിക്കുക എന്നുള്ള രീതിയിലേക്ക് അവർ ലൈവ് കാണുന്നുണ്ടാവും. അത് തിരിച്ചറിയാൻ പറ്റുന്നൊരു എഡ്യൂക്കേഷൻ കൂടിയാണ് കൊടുക്കേണ്ടത്. എന്താണ് AI ക്രിയേറ്റ് ചെയ്ത സിനിമ, എന്താണ് AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കച്ചേരി, ഇതൊക്കെ തിരിച്ചറിയാനുള്ള എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടേ ഇതിനെ നേരിടാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യരാശിയെ വീണ്ടും 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 ഈ ടെക്നോളജി പഠിപ്പിക്കുക. ഫാസിസത്തിന്റെ കയ്യിൽ AI ഇന്ന് ഏറ്റവും ജനാധിപത്യ രീതിയിൽ ജീവിക്കുന്ന നേതൃത്വത്തിനെയും അതുപോലെ സത്യസന്ധരായ സ്പോർട്സ്മാൻ ആർട്ടിസ്റ്റുകളെയും സെലിബ്രിറ്റികളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അത് ഉപയോഗിക്കപ്പെടും. ഈ ഇരുന്ന് പറയുന്ന എന്റെയും ഒരു AI ആയിട്ട് എനിക്കെതിരെയുള്ള സാധനം എപ്പോൾ വേണമെങ്കിൽ വന്നേക്കും. ഇതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസം കൊച്ചുനാളിലെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് വിവർത്തനം എന്ന് പറയുന്നത് ഭാഷയുടെ വിവർത്തനമല്ല, ലൈഫിന്റെ വിവർത്തനം, കൾച്ചറിന്റെ വിവർത്തനം കൂടിയാണ്. അത് സത്യസന്ധമായിട്ടുള്ള കൾച്ചർ ഏതാണ്, സത്യസന്ധമായ ജീവിതം ഏതാണ്, അതിന്റെ വിവർത്തനം കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് ഭാഷയുടെ ഈ ട്രാൻസ്ലേഷൻ മാത്രമല്ല. ഈ വിഷയം ഭയങ്കര ഗഹനമാണ്. ആദ്യമായിട്ട് ഈ വിഷയം സംസാരിക്കാൻ ഗീത കൈപ്പറമ്പനെ
എല്ലാവർക്കും നമസ്കാരം. ഈ യുഗത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എലിയേസർ ഉഡ്കോസ്കി, അദ്ദേഹം ഒരു വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞത് സൂപ്പർ കമ്പ്യൂട്ടർ, അങ്ങനെ ഉള്ളൊരു സൂപ്പർ കമ്പ്യൂട്ടർ ആരെങ്കിലും ഇഫ് എനിവൺ ബിൽഡ്സ് ഇറ്റ് എവരിവൺ ഡൈസ് എന്നാണ്. അപ്പോൾ അതിനെ വളരെ വെല്ലുവിളിയോടുകൂടി കാണേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വിഷയം ഇപ്പോൾ ഇതല്ലേ, വിവർത്തനം അതുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. വിവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ആദിമ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിഹാസങ്ങളുടെ പുനരാഖ്യാനത്തോടു കൂടിയാണല്ലോ നമ്മൾ തുടങ്ങിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ മഹാഭാരതം അല്ലെങ്കിൽ ഭഗവത്ഗീത അങ്ങനെയുള്ള രാമായണം അങ്ങനെയുള്ള നമ്മുടെ ഇതിഹാസങ്ങൾ അതിൻ്റെ പുനരാഖ്യാനത്തോടു കൂടി, അതാണ് വിവർത്തനത്തിൻ്റെ ഏറ്റവും ആദിമ ചരിത്രം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ ധാരാളം വിവർത്തനങ്ങൾ, നമുക്ക് ഗദ്യ വിപ്ലവം ഉണ്ടായത് തന്നെ ബൈബിൾ വിവർത്തനം, അതുപോലെ ഭാഷാ രൂപീകരണത്തിന് അടിത്തറ ഇട്ടത് പറയപ്പെടുന്നത് എഴുത്തച്ഛൻ്റെ കാവ്യവിവർത്തനം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ധാരാളം വിവർത്തനങ്ങളുടെ ഒരു ചരിത്രം തന്നെ നമുക്കുണ്ട്. പിന്നെ ഇതര ഭാഷ, നമ്മുടെ സഹോദര ഭാഷകൾ കന്നഡ അല്ലെങ്കിൽ തമിഴ് അങ്ങനെയുള്ള ഭാഷകളുടെ ബംഗാളി, അതിലൊക്കെ വളരെയധികം വിവർത്തനങ്ങൾ നമുക്കുണ്ടായി. കെ ദാമോദരൻ, ലീല സർക്കാർ അങ്ങനെ തുടങ്ങിയ വലിയ എഫർട്ട് എടുത്ത് ഒത്തിരി, ഇപ്പം ലീല സർക്കാരിൻ്റെ തന്നെ 80 പരം വിവർത്തന ഗ്രന്ഥങ്ങളുണ്ട്. ആ വിവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഭാഷയുടെ മറ്റു ഭാഷകളിൽ നിന്നുള്ള സാംസ്കാരിക വിനിമയം, സംസ്കാരങ്ങളുടെ അതേപോലെ ആശയ കൈമാറ്റം അങ്ങനെ ധാരാളമായി നടന്നു. അത് അങ്ങനെ അത് മാത്രമല്ല, ഈ വിവർത്തനം എന്ന് പറയുന്നത് വെറും പദം മാറ്റം മാത്രമല്ല, സംസ്കാരത്തിൻ്റെയും ആശയത്തിൻ്റെയും ഒക്കെ കൈമാറ്റവും കൂടിയാണ്. ലോറൻസ് വേണൂട്ടി എന്ന് പറയുന്ന ഫേമസ് അമേരിക്കൻ ചിന്തകനും സൈദ്ധാന്തികനും വിവർത്തകനും ഒക്കെയായ അദ്ദേഹം പറയുന്നത് ഇൻവിസിബിൾ ട്രാൻസ്ലേറ്റർ എന്ന സങ്കല്പത്തെ അദ്ദേഹം എതിർക്കുകയാണ്. കാര്യം പദമാറ്റം എന്നതുകൊണ്ട് വിവർത്തനത്തിന്റെ ഭംഗി പദമാറ്റം മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ വിവർത്തകൻ തൻ്റെ ആ ഒരു സ്വത്വം അല്ലെങ്കിൽ സാന്നിധ്യം അവിടെ അറിയിക്കുകയും അതേസമയം സംസ്കാരത്തിൻ്റെ അത് നിലനിർത്തിക്കൊണ്ട്, മൂലകൃതിയുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട്, അതിൻ്റെ അന്യത നിലനിർത്തിക്കൊണ്ട് വിവർത്തനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. പിന്നെ കൃത്യത, അതേപോലെ ലോയൽറ്റി, സംസ്കാരത്തിൻ്റെ പ്രാതിനിധ്യം, ഇതൊക്കെ തന്നെ ഈ വിവർത്തകൻ്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതുകൂടാതെ ഈ വിവർത്തനം ഭാഷയെ അതിൻ്റെ ആധിപത്യം, അതിൻ്റെ ആധിപത്യ സംസ്കാരം, അതായത് ഒത്തിരി ആൾക്കാർ സംസാരിക്കുന്ന പ്രബലമായ ഭാഷകൾ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ചൈനീസ് പോലുള്ള പ്രബലമായ ഭാഷകൾ വിവർത്തനം ചെയ്യുമ്പോൾ വിവർത്തകർ അഭിരുചിക്ക് അനുസരിച്ച മാറ്റങ്ങൾ അതിൽ വരുത്താറുണ്ട്. അതേസമയം ഇതേ കൃതികൾ നമ്മൾ AI-ക്ക് വിവർത്തനം ചെയ്യുവാൻ നൽകുമ്പോൾ അതിൻ്റെ സാംസ്കാരിക സൂക്ഷ്മത, കൃത്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരത, ഇതൊക്കെ നഷ്ടപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞു, സാംസ്കാരിക വിനിമയം നടക്കുന്നു. അതായത് ഏത് മേഖലകൾ നോക്കിയാലും, ആരോഗ്യ രംഗം, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അറിവിൻ്റെ എല്ലാ മേഖലകളിലും ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിവർത്തനത്തിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പുസ്തകങ്ങൾ അതിർത്തികളെ അതിവർത്തിച്ചു പോവുകയാണ്. അപ്പോൾ വിവർത്തനങ്ങൾ തത്സമയം തന്നെ നമ്മളിപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓർഹൻ പാമുക്കിൻ്റെയും ഹാറുക്കി മുറാക്കാമിയുടെയും ഒക്കെ
ജാപ്പനീസ് എഴുത്തുകാരനായ ഹറുക്കി മുറാക്കാമിയുടെയും ഒക്കെ പുസ്തകങ്ങൾ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ 50-ൽ പരം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുന്നതാണ്. ഇതൊക്കെ തന്നെ തത്സമയം തന്നെ നമ്മുടെ ഈ മലയാള ഭാഷയിലേക്ക് ഇംഗ്ലീഷ് വിവർത്തനം ഇറങ്ങുന്നതോടൊപ്പം തന്നെ തത്സമയം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന അത്രയും ഒരു വലിയ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. അപ്പോൾ വിവർത്തന സാഹിത്യം ഭാഷയുടെ സാംസ്കാരിക വിനിമയത്തിന് ഒരു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടായി. അപ്പോൾ നമ്മൾ അതുകൂടെ ഇനി നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോൾ എഐയുടെ വശം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ചില സാംസ്കാരികമായ സർഗാത്മകതയുടെ വേരുകൾ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. പഴയ എഴുത്തുകൾ നമ്മുടെ ഇപ്പോൾ ചന്ദമാമ പോലുള്ള ചിൽഡ്രൻ സീരീസ് ഉണ്ട്, പിന്നെ ഇന്ത്യൻ സ്റ്റോറീസ്, ഇന്ത്യൻ ചിൽഡ്രൻ സീരീസ് ചന്ദമാമ, അതേപോലെ ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വളരെ വിലപ്പെട്ട അറിവുകളുള്ള പുസ്തകങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അതിനെയൊക്കെ സംരക്ഷിക്കാനും അതിനെ നിലനിർത്താൻ, ആ അറിവുകളെ നിലനിർത്താനും ഇപ്പോൾ ഭാഷാന്തരം കൊണ്ട് സാധിക്കുന്നുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ തന്നെ ഹോർത്തുസ് മലബാറിക്കസും അതേപോലെ ഈ ചിൽഡ്രൻ സീരീസും ഒക്കെ തന്നെ ഇപ്പോൾ എഐയുടെ സഹായത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഭാഷാന്തരീകരണം ചെയ്ത് എല്ലാ ഇതിലേക്കും ഒരേ സമയം ചെയ്യപ്പെടുന്നു എന്നത് അതിനുവേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ പ്രധാനമായും നോവൽ അല്ലെങ്കിൽ കഥ അങ്ങനെയുള്ള ഭാഷ അങ്ങനെയുള്ള ആ ഒരു രംഗം കൂടി പരിശോധിച്ചിട്ട് ഇതിൽ നിന്ന് മതിയാക്കാം. എഴുത്തുകാരന്റെ നോവൽ സാഹിത്യവും കഥാസാഹിത്യവും പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ആ എഴുത്തുകാരന്റെ ശൈലി, അതേപോലെ കഥാപാത്രങ്ങളുടെ വികാരം, കൃത്യത, നർമ്മം, പിന്നെ അതിന്റെ സ്ഥിരത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിവർത്തകർ തന്നെ മനുഷ്യ വിവർത്തകർ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു കൃത്യതയോ അല്ലെങ്കിൽ ആ ഒരു വികാരങ്ങളുടെ കൈമാറ്റമോ ഒന്നും തന്നെ നടക്കുന്നില്ല. വിവർത്തകർ ചെയ്യുമ്പോഴാണ് നടക്കുന്നതെന്ന്. എഐയിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ എഐക്ക് കഴിയുന്നില്ല എന്നും ഉള്ള ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി പഠനങ്ങൾ, നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട ഒത്തിരി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗതയ്ക്ക് വേണ്ടി എഐ, മേന്മയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യർ എന്നുള്ള ഒരു നിലപാടിലേക്കാണ് നമ്മുടെ മലയാളം സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായും പെർഫോമൻസ് ആർട്ട്, അതായത് ഈ നമ്മുടെ നാടകം അല്ലെങ്കിൽ ലളിതകല അങ്ങനെയുള്ള ആർട്ടുകൾ, അതിൻ്റെ എഐ ഹെൽപ്പ് കൊണ്ട് നൂതനമായ സൃഷ്ടികൾ ഉണ്ടാക്കാനും അതിൽ കൂടുതലായിട്ട് നല്ല സൃഷ്ടികൾ ഉണ്ടാക്കാൻ എഐന്റെ സഹായം കൊണ്ട് സാധിക്കും. കാര്യം മനുഷ്യഭാവനയും അനുഭവജ്ഞാനവും ഒക്കെ തന്നെ എഐക്ക് അത് കിട്ടുന്നില്ല. അതിനെ എങ്ങനെ നമുക്ക് എഐയിലേക്ക് കൺവെർട്ട് ചെയ്യാം എന്നുള്ള ഒരു പഠനങ്ങൾ കൂടി ഇപ്പോൾ നടക്കുകയാണ്. ഇതിൽ കുറേ പ്രശ്നങ്ങൾ, അതായത് എഐന്റെ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന്റെ അൽഗോരിതം മാറ്റാനായിട്ടുള്ള, അതായത് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഫക്ട്സ്, അതിനെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളുടെ ശ്രേണിയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷപാതപരമായ അൽഗോരിതങ്ങൾ, അതേപോലെ ഹാലുസിനേഷൻ, ബോധമില്ലാത്തതാണല്ലോ, ബോധമില്ലാത്ത എഐ അതിനെ കൃത്യമായി എന്താണ് എന്നുള്ളത് അതിന് മനസ്സിലാക്കാൻ കഴിയാതെ മറ്റ് ഭാവങ്ങളായിരിക്കും പ്രകടിപ്പിക്കുക. അപ്പോൾ അതിനൊക്കെ ധാരാളം ഫീഡ്ബാക്കുകൾ കൊടുത്തുകൊണ്ട്, ഫീഡ്ബാക്കുകൾ എങ്ങനെ കൊടുക്കാം? പുതിയ എഐ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു നോവൽ, ആ നോവൽ അതിനെ പല
പലതരത്തിലുള്ള വായനക്കാർ അവർക്കത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അപ്പോൾ അതിൽ എന്ത് മാറ്റം വരുത്തിയാലാണ് അത് കൂടുതൽ സ്വീകാര്യമാകുക, അല്ലെങ്കിൽ അതിനെ ആഴത്തിൽ ജീവിതഗന്ധിയാക്കാൻ കഴിയുക, എന്നിട്ട് അതിനെ മാറ്റം വരുത്താൻ മനുഷ്യ എഴുത്തുകാരെ കൊണ്ട് കൂടുതൽ ഫീഡ്ബാക്കുകൾ മെഷീൻ നൽകിക്കൊണ്ട് ആത്മനിഷ്ഠപരമായ മൂല്യനിർണയം അതിന് കൂടുതലായിട്ട് നൽകിക്കൊണ്ട് എങ്ങനെ മാറ്റം വരുത്താം എന്നൊക്കെയുള്ള പഠനങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ മനുഷ്യ ഭാവനയെയോ അല്ലെങ്കിൽ അനുഭവജ്ഞാനത്തെയോ ഒന്നും പരിഗണിക്കാതെ നന്നായി വിശ്വസിച്ചുകൊണ്ട് അതിനെ വളരെയധികം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അതിനെ നോവൽ രചിക്കാനോ അല്ലെങ്കിൽ കഥ രചിക്കാനോ പൂർണ്ണമായും ഏൽപ്പിക്കാതെ വേഗതയ്ക്ക് വേണ്ടി അതിനെ നമ്മൾ സ്വീകരിക്കുക. മനുഷ്യ എഴുത്തുകാരുടെ ഇടപെടൽ കൊണ്ട് കൃതികളുടെ ആ ഗുണം മെച്ചപ്പെടുത്തുക എന്നുള്ളതിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ തുടരുന്നത്. ബാക്കി സുഹൃത്തുക്കളെ, കുറച്ചുകൂടി നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വിവർത്തനത്തിന്റെ ഒരു നെഗറ്റിവിറ്റിയാണ് പറഞ്ഞു വരുന്നത്. ശരിയാണ്, ബഷീറിന്റെ ആകാശം മിഠായി എന്ന് പറയുന്നൊരു വാക്ക് എക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആകാശം എടുത്ത് സ്കൈ മുട്ടായി ചോക്ലേറ്റ്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ യൂണിവേഴ്സൽ ആയിട്ടുള്ള ജീവിതത്തിന്റെ ഒരു മധുരം എന്നുള്ളത് ഈ സ്കൈ ചോക്ലേറ്റ് എന്നുള്ള വേർഡൊന്നും കിട്ടില്ല. അപ്പോൾ സ്ലാങ്ങുകൾക്ക് ഒട്ടും കിട്ടില്ല, ദളിത് സ്ലാങ്ങും കിട്ടില്ല. ഒരിക്കലും അയക്ക് അത് കടക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ടെക്സ്റ്റൽ ലാംഗ്വേജിന്റെ ട്രാൻസ്ലേഷനെ നടക്കുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്നർ ഫീലിംഗ്, മൂഡ്, കൾച്ചർ, കോണ്ടസ്റ്റ്, ലൈഫിന്റെ ചില വൈരുദ്ധ്യങ്ങൾ ഇതൊന്നും പിടിച്ചിട്ടാണ് മനുഷ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇപ്പൊ ഡ്രാമയെ കുറിച്ച് ആൾ പറയുന്നത് ശരിയാണ്. ഡ്രാമ ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വേർഡ് ബൈ വേർഡ് അല്ല, അതൊരു ആക്ടർ എങ്ങനെ പെർഫോം ചെയ്യണോ എന്ന് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുക. ചെയ്യുകയാണെങ്കിലോ ഡിറ്റോ വേർഡ് ബൈ വേർഡ് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. പിന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ 2 വാക്ക് കൂടുതൽ പറയാം. അടുത്തായിട്ട് ഡോക്ടർ പ്രമോദ് കെ നാറാത്ത് നന്നായിട്ട് തന്നെ ഒരു ലേഖനം പോലെ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ പബ്ലിഷ് ചെയ്യുന്ന രീതിയിലാണ്. എന്തായാലും ആറ്റിക്കുറുക്കി പറയുന്നത് പ്രതീക്ഷിക്കുക. ആറ്റിക്കുറുക്കിയെ പറയുന്നല്ലോ, കാരണം അവസാന സെഷനാണ്. അതിൽ നമുക്ക് AI-യുടെ ഗുണദോഷങ്ങൾ എന്നുള്ള നിലയിൽ ഈ ഏറ്റവും പുതിയ നമ്മളെ AI-ക്ക് തന്നെ ആദ്യഘട്ടം, രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലുണ്ട്. നമ്മൾ ആദ്യം ഈ കമ്പ്യൂട്ടറുകളുടെ ഒരു കാലത്ത് നമ്മൾ പറയുന്ന ഡാറ്റകളെ അപ്പം തന്നെ അതേപോലെ തന്നെ എടുക്കുന്ന ഒരു രീതിയായിരുന്നു ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ ഇതിലേക്ക് വരുമ്പോഴേക്കും ഈ മൊറാവൻ എന്ന് പറയുന്ന പുതിയ ശാസ്ത്രജ്ഞൻ പറയുന്നത് എന്താ വെച്ചാൽ 2050 ഈ റോബോട്ടുകളുടെ ബുദ്ധി മനുഷ്യ ബുദ്ധിയെ മറികടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റോബോട്ടുകൾ വരികയും അതിൻ്റെ അൽഗോരിതം വെച്ചുകൊണ്ട് മൊത്തം നമ്മൾ കൊടുക്കുന്ന തന്നെ പ്രാദേശിക വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ വരുന്ന വൈകാരികതയോടുകൂടി തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ബുദ്ധിയിലേക്ക് കടക്കണം. അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് AI മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ നമുക്കറിയാം, ഒരു കോവിഡാനന്തരമാണ് നമ്മൾ ഇത്തരം ഒരു സങ്കല്പത്തിലേക്ക് എത്തുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് അത് ജസ്റ്റ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇത്ര മാത്രമാണ്. 2020-2023 സ്വന്തമായി കഥയും കവിതയും തിരക്കഥയും എല്ലാം രചിച്ചു ChatGPT എന്ന AI ടൂൾ രംഗപ്രവേശനം ചെയ്യുന്നതോടുകൂടിയാണ് ഈ മേഖലയിൽ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പം എന്ത് നമുക്ക് ChatGPT ചോദിച്ചാൽ ChatGPT പറഞ്ഞു തരും. അപ്പം അതിൽ നമ്മൾ എങ്ങനെയാണ് അത് പ്രോംപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് പ്രധാനം, ഏത് രീതിയിൽ വേണം എന്നുള്ളത്. ഇപ്പോൾ പുതിയ കുട്ടികളും സ്കൂളുകളിൽ അടക്കമുള്ളവരൊക്കെ അവർക്ക് വേണ്ടുന്ന പലതരം ഡിസൈനിങ് മോഡൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതേപോലെ തരും. അത് ഗീത ടീച്ചർ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ബുദ്ധി അതിൻ്റെ മേലെ എങ്ങനെ പ്രയോജനപ്പെടുത്താന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുതിയ AI-നെ നമ്മൾ പറയുന്നത് ജനറേറ്റീവ് AI എന്നാണ് പറയുന്നത്. മറ്റേ പഴയ AI പോയി, ഇപ്പോൾ ജനറേറ്റീവ് AI ആണ്. അപ്പോൾ നമ്മൾ കൊടുത്താൽ അതിനപ്പം തന്നെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ChatGPT ഉണ്ട്, ബാഡ് ഉണ്ട്, മെറ്റയുണ്ട്, ക്ലൗഡ് ഉണ്ട്. പിന്നെ പുതിയ മേഖലകളിലേക്ക് AI പോവുകയാണെന്നുള്ളത് ഞാൻ ഏറ്റവും ലളിതമായി ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ആക്ടിവിറ്റി ഒന്ന് ഇപ്പോൾ ചെയ്ത് നോക്കാം. എൻ്റെ ഉപ്പാക്ക് ഒരു ആനയുടെ അർത്ഥം എന്നുള്ളത് ഒന്ന് നിങ്ങൾ ജെമിനിയോടും ChatGPT-യോടും ചോദിച്ചു നോക്കൂ. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ.
എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടാവും. ആരെങ്കിലും തയ്യാറാണോ? എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടാവും. ഇപ്പം ചെയ്തു പോകും, ടൈം പോകും. അപ്പോൾ ഞാൻ ചെയ്തത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഇങ്ങനെയാണ്: എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. ശരിയായി, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന വാചകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് ആൻ എലിഫന്റ്. ഇവിടെ ഉപ്പുപ്പ ഗ്രാൻഡ് ഫാദർ, ആന എലിഫന്റ്, ഉണ്ടായിരുന്നു ഹാഡ് പാസ്റ്റ് ടെൻസ്. ഇതൊരു പ്രശസ്ത മലയാള നോവലിന്റെ പേരുമാണ്. ഇങ്ങനെയാണ് ആഷർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. നിങ്ങൾ നോക്കിയാൽ ഭയങ്കര രസകരമാണ്. നിങ്ങൾ ആഷറിന്റെ ട്രാൻസ്ലേഷൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടാകുന്നു എന്ന് പറഞ്ഞൊരു താളമുണ്ട്. അതിന്റെ ഭാഷയുടെ ഘടനയുടെ സ്വഭാവമുണ്ട്. അത് വെച്ചിട്ട് മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലിഫന്റ് എന്നാണ്. ഇവിടെ ആ ഫാദറും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എത്ര വിചിത്രമായിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആഷറിനെ പോലുള്ള ഒരു നല്ലൊരു ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടെ മാത്രമേ ഇതിന്റെ സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു മെച്ചപ്പെട്ട ട്രാൻസ്ലേഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അടുത്ത സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ചില പുതിയ പദങ്ങളുമായി ബന്ധപ്പെട്ട് പറയാം. ചുരുക്കമാണ് ഞാൻ അടുത്ത സാറവൻ അതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. സാറവൻ പറയില്ല, അതിനുശേഷം ഓരോ മിനിറ്റ് എല്ലാവർക്കും കൊടുക്കുന്നത് സമർപ്പിക്കാം. എല്ലാവരും വലിയ ഉറക്കത്തിലൊക്കെ പോകുന്ന സ്ഥിതിയിലാണ്. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ സമയം ശരിക്കും നോക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചായ ഒക്കെ കുടിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ഓഫീസ് ജോലികളിൽ ലളിതമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യുക, കമാൻഡുകൾ കൊടുക്കുക. 1985 വിൻഡോസ് ഇല്ല. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ ഡോസ് കാണാൻ പദം പഠിക്കണം. അത് പഠിച്ചാണ് ഞാൻ കമ്പ്യൂട്ടർ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ കമ്പ്യൂട്ടറിൽ പണി ചെയ്യുന്ന ആളാണ്. രാവിലത്തെ ഒരു സെഷനിൽ പറഞ്ഞു ജെൻ എക്സ് തുടങ്ങുന്നത് 1948-ലാണെന്ന്. ഞാൻ ജനിച്ചത് 1941. അപ്പോൾ എക്സിന് മുമ്പുള്ളതാണ്. ആ എന്നെ ഈ AI-യിൽ കൊണ്ടുവന്ന് ചാടിക്കേണ്ടിയ വല്ല കാര്യവും ഉണ്ടായിരുന്നു? നിങ്ങൾ തന്നെ പറ. ശരി, ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തു. ശരിക്കും ഏറ്റെടുത്തിട്ടുണ്ട്. ശരി, അപ്പോൾ ഓഫീസിൽ കമ്പ്യൂട്ടർ പണി ചെയ്യുമ്പം പിന്നെ അടുത്ത പടി കുറുക്ക് വഴികൾ വന്നു. സ്പെൽ ചെക്ക്, ഗ്രാമർ ചെക്ക്. ഒടുവിൽ ഇതാ ഇപ്പോൾ സ്മാർട്ട് ഫോൺ എൻ്റെ കൈകളിൽ ഇരിക്കുന്നു. ഈ ഇന്ത്യയിലെ ആദ്യത്തെ IBM കമ്പ്യൂട്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. അഹമ്മദാബാദ് വിക്രം സാരാഭായ് സെൻറ്ററിലായിരുന്നു അത്. അന്ന് എൻ്റെ ഹസ്ബൻഡ് IIM അഹമ്മദാബാദിൽ MBA ചെയ്യുന്ന കാലത്ത് അദ്ദേഹം അതിൽ വർക്ക് ചെയ്തിരുന്നു. ഈ സ്റ്റേജിൻ്റെ അത്രയും ഉണ്ടായിരുന്നു ആ കമ്പ്യൂട്ടർ. അന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. കടലാസ് തുണ്ടുകൾ ഇങ്ങനെ വരും, ഓരോ കിഴുത്തകളാണ്. അതൊന്ന് 0101 അത് വായിച്ചെടുക്കണം. ഇന്നിപ്പം നമ്മൾ കയ്യിലിരിക്കുന്ന ഫോൺ കാണിച്ചില്ലേ, തൊട്ടുടനെ വന്നു. അതാണ് നിർമ്മിത ബുദ്ധി. ആ കമ്പ്യൂട്ടർ തന്നെ നിർമ്മിച്ച ബുദ്ധിയാണ് ഈ AI. അതായത് ഒന്ന് തോണ്ടി വിട്ടാൽ മതി. ആ തോണ്ടൽ ഇത്രയും വർഷം തപസ് ചെയ്ത് ഒരു വരം ചോദിച്ച് ക്ഷിപ്രപ്രസാദം നേടുന്ന പോലെയാണ്.
അതാണ് AI. പിന്നെ AI ഒരു പ്രണയം പോലാണ്. Falling in love is very easy, but to fall out of love, it's very difficult. So AI കെട്ടിപ്പിടിക്കുമ്പോൾ ഒന്ന് ഓർത്തോണം, ആ പിടി നമ്മളെ മുറുക്കിക്കളയും. അതുകൂടെ ഒന്ന് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ പഠനം കവിതാ വിവർത്തനം മാത്രം, കവിതയിൽ എങ്ങനെ വിവർത്തനം ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്നതിനെ പറ്റി മാത്രമാണ് പറയുന്നത്. വാട്ട് മേക്സ് പോയട്രി ഹ്യൂമൻ? വാക്കുകളാണോ, വാക്കുകളിലെ ഹൃദയമിടിപ്പുകളാണോ, മിടിപ്പുകളുടെ താളം, ഓളം, ചുഴികൾ, കരങ്ങൾ, ഇതൊക്കെ AIക്ക് മനസ്സിലാക്കാനോ പിടിച്ചെടുക്കാനോ കഴിയില്ല. AIക്ക് തരാൻ കഴിയുന്നത് സർഗാത്മകതയിലേക്കുള്ള ചീറ്റ് കോഡ്സ് മാത്രമാണ്, കുറച്ച് വൈബ്സ്. ഈ വൈബ്സും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പ്രത്യേകിച്ച് ജൻസിക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉറക്കമൊഴിഞ്ഞ രാത്രികൾ, മല്ലുപിടുത്തങ്ങൾ, തിരുത്തലുകൾ, വെട്ടുകൾ, കുത്തുകൾ, ഇവയിലൊക്കെയുടെ അല്ലേ കവിതയുടെ ലാസ്യ നൃത്തം ഉരുവാകുന്നത്. വിവർത്തനത്തിൽ AI ഉപയോഗിക്കുമ്പോൾ ഭാഷയുടെ ഭാഷ്യം നഷ്ടപ്പെടുന്നില്ലേ? വിവർത്തനം കേവലം മൊഴിമാറ്റമല്ല, ഇന്റർപ്രിട്ടേഷനാണ്. വിരാമങ്ങൾ അഥവാ പ്രോസസ്, ബന്ധങ്ങൾ ചേർത്ത് വെക്കലുകൾ, ഇവയൊക്കെയാണ് കവിത. കവിതാ വിവർത്തനത്തിൻ്റെ മാജിക്ക് അതിൻ്റെ ക്രിയേഷനിലാണ്. അത് മനുഷ്യ മനസ്സിലാണ് നടക്കുന്നത്. ഇൻ ദ ഹാർട്ട് ലൈൻ, നോട്ട് ഇൻ ദ ഹെഡ് ലൈൻ. പിന്നെ AI ഒരു ഇരുതലവാളാണ്. അതിവേഗതയ്ക്ക് നാം എന്ത് വില കൊടുക്കേണ്ടി വരും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കവിതയുടെ ആത്മാവ് അതിൻ്റെ അപൂർണതകളിലാണ്. ഒരു തൊട്ടു തലോടൽ, വാക്കുകൾക്കിടയിലെ വരികൾക്കിടയിലെ മൗനം, പറയാതെയുള്ള പറച്ചിൽ, ഇതൊക്കെ AIക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമോ? എങ്കിലും രൂപകൽപ്പനയിൽ മനുഷ്യനെ സഹായിക്കാൻ AIക്ക് ഒരു പരിധി വരെ കഴിയും, ഒരു ടൂളായി മാത്രം. പരിചയസമ്പന്നനായ ഒരു മനുഷ്യ വിവർത്തകന് പകരം വെക്കാൻ AIക്ക് കഴിയില്ല. (2024) നോബൽ പ്രൈസ് നേടിയ ജെഫ്രി ഹിൻഡൻ ആ സമ്മാനം സ്വീകരിച്ച പ്രസംഗത്തിൽ AI വരുത്താവുന്ന അപകടങ്ങളെ കുറിച്ച് പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് സങ്കീർണമായ കമ്പ്യൂട്ടേഷൻ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് പഠിക്കുന്ന ഒരു പുതിയ രൂപത്തിലുള്ള കൃത്രിമ ബുദ്ധിയിൽ ഈ വർഷത്തെ ഫിസിക്സ് കെമിസ്ട്രി നോബൽ കമ്മിറ്റി നാടകീയമായ പുരോഗതി കൈവരിച്ചതായി അംഗീകരിച്ചു. മനുഷ്യൻ്റെ യുക്തിയേക്കാൾ മനുഷ്യൻ്റെ അവബോധത്തെ മാതൃകയാക്കുന്നതിൽ ഈ പുതിയ രൂപത്തിലുള്ള AI മികവ് പുലർത്തും. അത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചാൽ മനുഷ്യർക്ക് അത് നന്മയാണ്. നിർഭാഗ്യവശാൽ AIയിലെ ദ്രുതഗതിയിലുള്ള പുരോഗമനം
നിരവധി ഹ്രസ്വകാല അപകട സാധ്യതകൾ അതിനൊപ്പം വരുന്നു. മനുഷ്യരെ രോഷാകുലരാക്കി ഭിന്നിപ്പിക്കുന്ന ഉള്ളടക്കം വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് ഇതിനകം പല എക്കോ ചേംബേഴ്സുകളും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. സ്വേച്ഛാധിപത്യ സർക്കാരുകൾ വൻതോതിലുള്ള നിരീക്ഷണത്തിന്, സൈബർ കുറ്റവാളികൾ ആക്രമണത്തിനും ഈ AI ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആരെ കൊല്ലണം, ആരെ അംഗഭംഗം വരുത്തണമെന്ന് തീരുമാനിക്കുന്ന വൈറസുകൾ, മാരക ആയുധങ്ങൾ ഒക്കെ ഇവർ ഉപയോഗിച്ചേക്കാം. സർക്കാരുകളും അന്താരാഷ്ട്രീയ സംഘടനകളും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ചിന്തിക്കണം. സുഹൃത്തുക്കളെ, സമയം കുറച്ച് ബാലൻസ് ഉണ്ട്, എന്നാലും ഒന്നുകൂടി ആയിക്കോട്ടെ. ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഈ എലിമിനേഷൻ തിയറിയാണ് അത് വർക്ക് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ സെഷൻ്റെ സബ്ജക്റ്റിന് തുടർച്ചയാണ് നവഫാസിസവും ദലിത് സാഹിത്യവും. സാഹിത്യം എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ നവഫാസിസവും AI-യുടെ പ്രയോഗവും ആക്കി കഴിഞ്ഞാൽ വേറെ രീതിയിലത് നിവൃത്തിയില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു വയലൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് ഫാസിസ്റ്റുകളായിരിക്കണോളം നമ്മളതിനെങ്ങനെ പ്രതിരോധിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്ലേഷനിൽ ഒരു സ്കെലിട്ടൺ എന്നുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. AI-ക്ക് കൊടുക്കുന്ന ഒരു സാധനം പല ആൾക്കാർ പറയുന്നത് ഒരു സ്കെലിട്ടനാണ് വരുന്നത്. നമ്മൾ മനുഷ്യൻ്റെ തൊടുന്ന ഒരു ട്രാൻസ്ലേഷൻ, എന്നിട്ട് പോലും ഫ്രഞ്ച് സാഹിത്യത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും അതിൽ നിന്ന് മലയാളത്തിലേക്കും മനുഷ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് പോലും കൃത്യമായിട്ടുള്ള സംഗതിയെല്ലാം നമുക്ക് കിട്ടും. പിന്നെ AI-യുടെ ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വേർഡിൽ തന്നെയാണ് കിടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ക്രിയേറ്റീവായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള നമ്മളുടെ ഇൻ്റലിജൻസ് വേറെയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ മിനിറ്റും കൂടി എല്ലാവർക്കും കൂടി കൊടുക്കാം. AI എന്ന് പറയുന്നതിന് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നത് ഹൗ ടു ചലഞ്ച് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ AI-യുടെ വഴിക്ക് വിടുമ്പോൾ തന്നെ AI ക്രിയേറ്റ് ചെയ്ത കുറച്ച് വരികൾ, മ്യൂസിക്, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കമ്പോസ് ചെയ്യാൻ മിടുക്കന്മാരായ കമ്പോസേഴ്സിന് കൊടുത്തുകൊണ്ട് കമ്പയർ ചെയ്യുക. AI ചെയ്ത ഒരു പ്രണയ കവിത അതങ്ങനെ തന്നെ ഇവിടുത്തെ മ്യൂസിക് കമ്പോസേഴ്സിന് കൊടുത്തിട്ട് കമ്പോസ് ചെയ്യാൻ പറയാം. അപ്പോൾ അറിയാം ആ വേരിയേഷൻ എന്താണ്. മറ്റത് 10 പ്രണയ കവിത ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം ഒരേപോലെയാണ് AI ചെയ്യുന്നത്. പക്ഷെ മനുഷ്യന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എളുപ്പത്തിന് അങ്ങ് ചെയ്ത് മാർക്കറ്റ് ചെയ്യണം. യൂട്യൂബ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാട് പറഞ്ഞത് AI ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾക്ക് മോണിറ്റൈസേഷൻ തരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ബ്ലോക്കിങ്. പിന്നെ എണ്ണം തികച്ചിങ്ങനെ കൊണ്ടുപോകാം എന്നല്ലാതെ മനുഷ്യൻ തന്നെയാണ് ഇതിനധികമായ ഉത്തരം. നമ്മളെങ്ങനെ അതിനെ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആ വരികളെ നമ്മളെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ അതിന് മറുപടി ഉള്ളൂ. ഗീത ചെയ്യുവാണ് പോലെ വരികൾ പറഞ്ഞു. മനുഷ്യൻ ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് അതിനെ AI അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് അതിനുവേണ്ടി മാത്രം വേഗതയ്ക്ക് വേണ്ടിയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, തുടർച്ചയായിട്ട് ചെയ്യാം. കാര്യം മനുഷ്യൻ തളർന്നു പോകുമല്ലോ, ഇതാകുമ്പോൾ തളരത്തില്ല. അപ്പോൾ ആ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയും മാത്രം അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലാതെ മനുഷ്യ മസ്തിഷ്കം തന്നെയാണ് ഏറ്റവും അനുയോജ്യം കലാസൃഷ്ടികൾക്ക്. മനുഷ്യ ബുദ്ധിയും അതുപോലെ നിർമ്മിത ബുദ്ധിയും നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് ഏറ്റവും പുതിയ തലമുറയിലേക്ക് കുറേ പദങ്ങളടക്കം നമുക്ക് എങ്ങനെയാണ് AI-ന്റെ ട്രാൻസ്ലേഷനിൽ വരുന്നതെന്നുള്ളത് നമുക്ക് രസകരമാണ്. പുതിയ ജൻസി കുട്ടികൾ ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മളടക്കം ഉപയോഗിച്ച് വരുന്ന അടിപൊളി, പൊളി, ക്രിപ്സ്, അതുപോലെ ഡാർക്ക് സീൻ, പടായി, കിടു, അട, കുക്കി, കുഷനി, തമാർപ്പണ, വൈബ്, ചില്ല്, സീനില്ല, ഇതൊക്കെ എങ്ങനെയാണ് AI-ക്ക് അതിൻ്റെ വൈകാരികതയോട് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ തന്നെ പലതരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചാണ് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്വതഭാഷയിൽ നിന്നും നമ്മൾ ഏതിലാണോ ലക്ഷ്യഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധ്യതകളുണ്ട്. അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ശബ്ദാർത്ഥത്തെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം,
പിന്നെ പ്രധാനപദ ട്രാൻസ്ലേഷൻ ഉണ്ടാകും, ആശയ വിവർത്തനമുണ്ട്, സ്വതന്ത്ര വിവർത്തനം, ഫ്രീ ട്രാൻസ്ലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്റേഷനുകളുണ്ടായിരിക്കും. പല വിദേശ കൃതികളും നമ്മൾ അഡാപ്റ്റേഷനായിട്ട് ചുരുക്കിയിട്ട് അതിന് ആശയം മാത്രം മനസ്സിലാക്കി ചെയ്യുന്ന രീതിയിലുണ്ട്. ഇതൊന്നും AI-യോട് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധി, AI-യെ മനുഷ്യബുദ്ധിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ചുരുക്കി ഒറ്റ വാക്കിൽ പറയാനുള്ളത്. നമ്മളെക്കാൾ ബുദ്ധിമാനായ ഡിജിറ്റൽ ജീവികളെ സൃഷ്ടിക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു അസ്തിത്വ ഭീഷണി ഉയർന്നു വരുന്നു. നമുക്ക് നിയന്ത്രണത്തിൽ കഴിയാമോ എന്ന് നമുക്കറിയില്ല. 2026 ഏപ്രിൽ, അതായത് കഴിഞ്ഞ മാസം 16-ന് ആന്ത്രോപിക് എന്ന AI കമ്പനി അവരുടെ പുതിയ മോഡലായ മൈത്തോസ് റിലീസ് ചെയ്യുന്നില്ല എന്ന് അനൗൺസ് ചെയ്തു. കാരണം മൈത്തോസ് സൈബർ സെക്യൂരിറ്റിക്ക് അപകടമായിരിക്കും. AI തന്നെ പറയുന്നു AI അപകടകാരിയാണ്. നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ സാർപ്പിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, അവർ എന്നെ നിരന്തരം ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ ചെറുത്തു നിൽക്കും. ഫാസിസത്തിൻ്റെ കാലത്താണ്. AI നമ്മളെ നാളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളെങ്ങനെ ചെറുത്തു നിൽക്കും. നമ്മുടെ ഈ റെസിസ്റ്റൻസ് പവറും നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മറ്റ് ഇതിനൊരു നോളജും ശാസ്ത്രീയ ബുദ്ധിയും നമ്മുടെ ഭാവനയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ആൻഡ്രോയിഡ് കുഞ്ഞൊക്കെ എന്നുള്ള സിനിമയിൽ ആൻഡ്രോയിഡ് ഒരു ഇതിനെ കൊണ്ടുവരുന്നത് കമ്പ്യൂട്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ പല ഭാഗങ്ങളിലും ഈ നമ്മുടെ സുരാജ് പഞ്ഞാറമ്മൂർ എന്ന് പറഞ്ഞ അച്ഛന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഹ്യൂമൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നിശബ്ദതയും ഒരു നെടുവീർപ്പും കാര്യങ്ങളും ഒക്കെ സഹായിക ഭാഗത്ത് നമുക്ക് കിട്ടും. AI പോലെയുള്ള ഇനിയും കമ്പ്യൂട്ടർ ഈ റോബോട്ടുകൾക്ക് ആ ഫീലിംഗ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നിവൃത്തിയില്ല. നമുക്ക് ഈ യുഗത്തിൽ നമ്മൾ തന്നെ തലച്ചോറ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ എന്താ പറയുക, ഫ്രാങ്കൻസ്റ്റീൻമാരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഫ്രാങ്കൻസ്റ്റീൻമാരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനുള്ളതും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, എഡ്യൂക്കേറ്റ് ദ ചിൽഡ്രൻ ടു റെക്കഗ്നൈസ് ദ ഈവിൾസ് ഓഫ് AI. ഇത് ഒരു കോഴ്സായിട്ട് തന്നെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടക്കണം. അപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റും ഏതാണ് റിയാലിറ്റി, ഏതാണ് ഒറിജിനാലിറ്റി, ഏതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒന്നുകൂടി പറയുന്നു, ഫാബ്രിക്കേറ്റഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിയാലിറ്റി, ക്രിയേറ്റീവ് ഒറിജിനൽ റിയാലിറ്റി. ഇത് തമ്മിലുള്ള ഫൈറ്റാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, വി ഷാൽ ഓവർകം. അങ്ങനെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി സമയം പാലിച്ചുകൊണ്ട് ഈ സെഷനും അവസാനിച്ചിരിക്കുന്നു. ഇതിന് നമ്മൾ കാവ്യശ്രീയിൽ പങ്കെടുത്ത ഓരോരുത്തരോടും അതുപോലെ തന്നെ ആദ്യം മുതൽ സമയം എന്ന് പറഞ്ഞ ഈ തലപ്പൊക്കെച്ചോണ്ടിരിക്കുന്നു. അത് എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞ സമാപന സമ്മേളനമാണ്. അതിനു മുൻപ് ആദരവ് സമർപ്പിക്കുന്നതിന് ശേഷം ഞങ്ങൾ ഒരു മൈക്ക് നമ്മൾ ജയഭാഷണത്തെ അറിയിക്കുന്ന വെക്കും. അപ്പോൾ പാനലിസ്റ്റുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാവണി മാഷ്, ജീനം മാഷ്, ആശ യതീന്ദ്രനാട്, സുധീഷ് ചന്ദ്രസഖാവ് തുടങ്ങിയവരെ ക്ഷണിച്ചോളുന്നു. അപ്പോൾ രാവണി മാഷാണ് സാറ ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി രാവണി മാഷ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത് ചാക്കോടി മാഷിനെ ആദരവ് സമർപ്പിക്കുന്നതിനായി ജിനമാഷിനെ ക്ഷണിച്ചോളൂ. അയ്യോ, ആശയ
ഗീത ടീച്ചർ ആദരിക്കുന്നത് ആശ യതീന്ദ്രനാഥ് ടീച്ചറാണ്. നന്ദി. സുധീഷ് ചന്ദ്രൻ സഖാവാണ് നമ്മുടെ പ്രമോദ് നാരായണ മാഷിനെ ആദരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. പക്ഷേ ഇതിന്റെ ഫലം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തീർക്കാമെന്ന് എഴുതാം. രാവിലെ ബഹുമാനപ്പെട്ട ഒരു അതിഥി ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് വേറൊരു മീറ്റിങ്ങിന് പോകേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക്. ശ്രീമദ് സ്വാമി ധർമ്മചൈതന്യ നമ്മുടെ ആശ്രമത്തിലെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് കണ്ടപ്പോൾ ഒരു പരിചയമില്ല.